ജ്യോതികുമാർ ചമക്കാല, സർക്കാരിന് മുന്നിൽ വന്ന ശുപാർശകൾ, ജയിൽ ഉപദേശക സമിതിയുടെ ശുപാർശ വരുന്നു. അദ്ദേഹം കണക്കുകൂട്ടി പറഞ്ഞടക്കം ഏതാണ്ട് അവധികളെല്ലാം പരിഗണിച്ചാൽ 19 വർഷത്തോളം ശിക്ഷ അനുഭവിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഈ സംഭവം ഉണ്ടാകുന്നത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് കൂട്ടിയാൽ അത് അദ്ദേഹം നിയമപരമായിട്ടാണ് അത് വിശദീകരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഈ അവധികളെല്ലാം കൂട്ടിയാൽ 19 വർഷം എന്നുള്ളതാണ് അദ്ദേഹം വിശദീകരിക്കുന്നത്. അപ്പോൾ ഇത്രയും ശിക്ഷ അനുഭവിച്ച ഒരാളുടെ ശിക്ഷാ ഇളവിന് ജയിൽ ഉപദേശക സമിതി എല്ലാ സർട്ടിഫിക്കറ്റുകളുടെയും എല്ലാ റിപ്പോർട്ടുകളുടെയും അടിസ്ഥാനത്തിൽ ശുപാർശ ചെയ്യുന്നു. ഈ ശുപാർശ സർക്കാരിന് മുന്നിൽ വന്ന് പിറ്റേ ദിവസം ഇത് സാങ്ഷൻ ചെയ്യുകയല്ല ചെയ്യുന്നത്. അതിനുശേഷം 3-4 മാസം എടുക്കുന്നുണ്ട്. ഇത്രയും കാലാവധി എടുത്ത് ചർച്ച ചെയ്ത് മന്ത്രിസഭ ഒരു തീരുമാനമെടുക്കുമ്പോൾ അതും അവസാനത്തേതല്ല, ഗവർണർക്ക് നൽകുകയാണ്. ഗവർണറാണ് അതിൽ ഈ 161 വകുപ്പ് പ്രകാരം തീരുമാനമെടുക്കേണ്ടത്, ഗവർണറുടെ വിവേചനാധികാരം എന്ന നിലയ്ക്ക്. അപ്പോൾ പെട്ടെന്നൊരു ഏകജാലക സംവിധാനം ഉണ്ടാക്കി ഷെറിനെ മാത്രം ജയിലിന് പുറത്തേക്ക് കൊണ്ടുവന്നു എന്ന ആരോപണം ഉന്നയിക്കാൻ കഴിയുമോ? അതും അവിടെയാണ് പ്രശ്നം. നോക്കൂ, ഇവിടെ നമ്മൾ ഒയാസിസിൻ്റെ മദ്യ നിർമ്മാണ കമ്പനിയായ ഒയാസിസ്, അവർ പാലക്കാട് എലപ്പുള്ളിയിൽ പുതിയ പ്ലാന്റ് തുടങ്ങുന്നതുമായി ബന്ധപ്പെട്ട ചർച്ച വന്നപ്പോൾ ആ ഒയാസിസ് കമ്പനിയെ എങ്ങനെയാണോ അതിൻ്റെ CEO അല്ലെങ്കിൽ അതിൻ്റെ PRO പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്, അതിനേക്കാൾ നന്നായി പ്രൊട്ടക്റ്റ് ചെയ്ത MP രാജേഷ് നമ്മുടെ മുമ്പിലുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഈ ഷെറിൻ്റെ കാര്യത്തിൽ കൊലപാതക കേസിൽ ശിക്ഷിക്കപ്പെട്ട് 3 ജീവപര്യന്തം ഒന്നിച്ചനുഭവിച്ചാൽ മതി. ഇതൊക്കെ ഞങ്ങൾക്ക് മനസ്സിലാകുന്നതാണല്ലോ സഖാവേ. 3 ജീവപര്യന്തം ഒന്നിച്ചനുഭവിച്ചു. പക്ഷേ 3 ജീവപര്യന്തം എന്ന് വിധിന്യായത്തിൽ പറയുന്നത് എന്തുകൊണ്ടാണ്? അത്രയും ജീവപര്യന്തം ലഭിക്കേണ്ട 3 കുറ്റകൃത്യങ്ങൾക്കും ജീവപര്യന്തം ലഭിക്കേണ്ടതായിട്ടുണ്ട്. അത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്തിരിക്കുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ 3 ജീവപര്യന്തം കൊടുക്കുന്നു. പക്ഷേ ഒന്നിച്ചനുഭവിച്ചാൽ മതി എന്ന ഒരു ക്ലോസ് കൂടി വെക്കുന്നു എന്ന് പറയുമ്പോൾ ജീവപര്യന്തം അല്ലാതാകുമോ? ഇവിടെ അതാണ് പ്രശ്നം. ഇവിടെ അത്തരത്തിലുള്ള ഒരു പ്രതിയല്ല, കുറ്റക്കാരി, ശിക്ഷിക്കപ്പെട്ടയാൾ, അവരെ ശിക്ഷ സുപ്രീം കോടതി വരെ ശരിവെച്ചതാണ്. അത്തരത്തിലുള്ള ഒരാൾക്ക് ആളുടെ PR ഏജൻസി എടുത്തതുപോലെയാണ് ഇവിടെ അരുൺകുമാർ സംസാരിക്കുന്നത്. അവരെന്ന് വന്നു, എങ്ങോട്ട് പോയി, എത്രയായി, അവരെ സംബന്ധിച്ച് മാത്രമാണ് എന്തെല്ലാമോ പറയുന്നത്. നോക്കൂ, അങ്ങനെ പറഞ്ഞു വരുമ്പോൾ അവരുടെ ശിക്ഷയും ഒരുമിച്ച് അങ്ങനെയൊക്കെ വിശദീകരിക്കേണ്ടി വരുമ്പോൾ നമുക്ക് കൂടുതൽ സംശയം വരുന്നേ. മാത്രമല്ല, നോക്കൂ, ഇത്തരത്തിൽ ഞാൻ ചോദിക്കുന്നത്, ജയിൽ അഡ്വൈസറി കമ്മിറ്റിയുടെ ശുപാർശയുടെ മേളിൽ ക്യാബിനറ്റ് ഡിസിഷൻ എടുത്തു. ഒറ്റ വാചകത്തിൽ അതാണല്ലോ പറയുന്നത്. ജയിൽ അഡ്വൈസറി കമ്മിറ്റി എല്ലാ ഫാക്ടേഴ്സും നോക്കിയതിന് ശേഷമാണ് തീരുമാനിച്ചിട്ടുള്ളത്. ശരി, ഞാൻ ചോദിക്കുന്നത്, അപ്പോൾ ഇത്തരത്തിൽ ഇവർ ജയിലിലെ ഇവരുടെ സ്വഭാവ ദൂഷ്യത്തെ സംബന്ധിച്ച് അഥവാ ഇവരെ മോശമായി പെരുമാറിയതിനെ സംബന്ധിച്ച് ഒരു പരാതിയുമില്ല എന്ന് അരുൺകുമാർ ഇപ്പോൾ പറയുമ്പോൾ അതും ദുരൂഹമാണ്. പൊതുസമൂഹത്തിൽ ഒരുപാട് ചർച്ച മാധ്യമങ്ങളിൽ വന്ന വാർത്തകൾ മാത്രമല്ലേ അടിസ്ഥാനം? നിങ്ങൾ ഇപ്പോഴും പത്രങ്ങളിൽ വന്നു എന്നല്ലേ പറയുന്നത്, അല്ലാതെ മറ്റെന്തെങ്കിലും രേഖ അങ്ങയുടെ കയ്യിലുണ്ടോ? അവിടെയാണ് പ്രശ്നം. അവിടെയാണ് ഇത്തരത്തിലുള്ള ഇടപെടലുകൾ സംശയിക്കുന്നത്. ഞാൻ അതുകൊണ്ടാണ് ചോദിക്കുന്നത്, ഇത്തരത്തിൽ ജയിൽ അഡ്വൈസറി കമ്മിറ്റി ശുപാർശ ചെയ്ത ഏതെങ്കിലും കേസുകൾ പെൻഡിങ് ആയിട്ടുണ്ടോ സർക്കാരിന്റെ കയ്യിൽ? 100 കണക്കിനുണ്ട്. 25 വർഷം കഴിഞ്ഞവർ 200-ലധികം ആളുകൾ ഇപ്പോഴും മോചനം കാത്തു കഴിയുന്നുണ്ട്. 20 വർഷം കഴിഞ്ഞവർ 200-ലധികം ആളുകൾ ഇപ്പോഴും കാത്തു കഴിയുന്നുണ്ട്. എന്നിരിക്കെ എങ്ങനെയാണ് ഈ 14 വർഷം തികയാൻ കാത്തിരുന്ന് തൊട്ടടുത്ത ദിവസം എങ്കിൽ പിന്നെ ജഡ്ജിമെന്റിനകത്ത് പറഞ്ഞാൽ പോരെ, 14 ദിവസം തിരുന്നതിന്റെ പിറ്റേന്ന് വിട്ടേക്കണമെന്ന് പറഞ്ഞാൽ പോരെ? അങ്ങനെയല്ലോ. ഇവിടെ ഈ പറഞ്ഞതുപോലെ ബിൽക്കിസ് ബാനു കേസിൽ ഉൾപ്പെടെ പല സുപ്രീം കോടതി ജഡ്ജ്മെന്റുകൾ, ഏറ്റവും അവസാനം ഒക്ടോബർ 2024 മുതലുള്ള ജഡ്ജ്മെന്റിൽ ഉൾപ്പെടെ വളരെ സ്പെസിഫിക്കായി പറഞ്ഞിട്ടുണ്ട്. ഇത്തരത്തിൽ റെമിഷനെ സംബന്ധിച്ചുള്ള കണ്ടീഷൻസ് പറഞ്ഞിട്ടുണ്ട്. ആ കണ്ടീഷൻസിൽ പറഞ്ഞിരിക്കുന്ന പല പാരാമീറ്റേഴ്സും വെച്ചുകൊണ്ട് കൊടുക്കുകയാണെങ്കിൽ ഇവർക്കിത് കൊടുക്കാൻ കഴിയില്ല എന്നുള്ള യാഥാർത്ഥ്യം നമ്മുടെ മുമ്പിലുണ്ട്. അതിനപ്പുറത്തേക്ക് കൊടുക്കേണ്ട, പരിഗണിക്കേണ്ട, വിടേണ്ട, റെമിഷൻ കൊടുത്ത് പുറത്തിറക്കേണ്ട നിരവധി കേസുകൾ സർക്കാരിൻ്റെ പരിഗണനയിലിരിക്കുന്നതിന് അതിൽ മേൽ തീരുമാനവും എടുത്തിട്ടില്ല. അവിടെയാണ് പ്രശ്നം. അതുതന്നെയാണ് പ്രശ്നം. ഇവിടെ എന്താ പറയുന്നത്, സ്വാധീനമുള്ളവർക്ക് എപ്പോൾ വേണേലും പുറത്തു വരാവുന്ന ഒരു സാഹചര്യം. 14 വർഷം കഴിഞ്ഞോ നിങ്ങൾക്ക് സ്വാധീനമുണ്ടോ, നിങ്ങൾക്ക് പുറത്തു വരാൻ കഴിയും എന്ന സാഹചര്യം ഉണ്ടാകുന്നത്. അതിന് ഈ ന്യായങ്ങളൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ അദ്ദേഹം പറഞ്ഞു, ജയിൽ മാറ്റത്തെക്കുറിച്ചൊക്കെ പറയുന്നതിനകത്ത് ഒരു അടിസ്ഥാനവുമില്ല എന്ന് പറയുന്നു. പിന്നെ അവരുടെ പല ഫാക്ടേഴ്സ് പരിഗണിക്കണമെന്ന് പറഞ്ഞു. ശരി, അതെല്ലാം പരിഗണിക്കുന്നുണ്ട്. അതെല്ലാം പരിഗണിക്കുമ്പോൾ അവരുടെ ഈ പറഞ്ഞ എല്ലാ വിഷയങ്ങളും, ഞാൻ സിമ്പിൾ ചോദ്യം, നിങ്ങൾ എന്തിനാ തർക്കിക്കുന്നത്? നിങ്ങൾ ഔദ്യോഗികമായി രേഖകൾ പുറത്തുവിടൂ. ഇന്നൊക്കെയാണ് സംഭവങ്ങൾ. ആ ഫയൽ ഞാൻ എന്തായാലും RT കൊടുത്തിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും നിരന്തരമായ ആരോപണം ഉന്നയിക്കുന്നു. ഒരു ആരോപണത്തിന് മറുപടി പറയുമ്പോൾ ഉപചോദ്യം ചോദിക്കുന്നു. ആ നിലയ്ക്ക് പോകുന്നവരോട് മറുപടി പറയേണ്ടതില്ല എന്നുള്ളതാണ് അരുൺകുമാർ പറഞ്ഞത്. ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരും ഈ ജനാധിപത്യത്തിൽ ജനങ്ങൾക്ക് അവകാശമുണ്ട്, ഭരണപക്ഷത്തിന് അവകാശമുണ്ട്, പ്രതിപക്ഷത്തിനും അവകാശമുണ്ട്.
അതുകൊണ്ടാണല്ലോ അത് ജനാധിപത്യമായി നിൽക്കുന്നത്. പ്രതിപക്ഷം ചോദ്യം ചോദിച്ചുകൊണ്ടേയിരിക്കും. ആ ചോദ്യങ്ങൾ വസ്തുതകളുടെ അടിസ്ഥാനത്തിലാണ് ചോദിക്കുന്നത്. അവരിതൊക്കെ പറയുമ്പോൾ ഞാൻ ചോദിക്കട്ടെ, ബ്രൂവറി കേസിൽ എന്തുകൊണ്ടാണ് അവർ പുറകോട്ട് ആദ്യം 2018 പുറകോട്ട് പോകേണ്ടി വന്നിട്ടുള്ളത്? പുറകോട്ട് പോയിട്ടില്ലേ? അല്ല, ഞാൻ പറഞ്ഞു അങ്ങനെ എത്രയോ കേസുകളുണ്ട്. അവിടെയൊക്കെ ചോദ്യം ചോദിക്കുമ്പോഴല്ലേ സർക്കാരിന് പുറകോട്ട് പോകേണ്ടി വന്നിട്ടുള്ളത്. അങ്ങനെ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നേ. ഈ മന്ത്രിയെ കുറിച്ചാണെങ്കിൽ ഞങ്ങൾ ഒരുപാട് ചോദ്യം ചോദിച്ചിട്ടുണ്ട്. വസ്തുതയല്ലേ? ഈ മന്ത്രിയുമായി ബന്ധപ്പെട്ട് എത്ര കേസുകൾ സംസ്ഥാനത്തുണ്ട്? മന്ത്രിയുടെ സഹോദരി കുടുംബാംഗങ്ങൾ തന്നെ കൊടുത്തിട്ടില്ലേ? മന്ത്രി തന്നെ സോഷ്യൽ മീഡിയയിൽ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ അദ്ദേഹത്തിന്റെ മുഖത്താരോ അടിച്ചതുമായി ബന്ധപ്പെട്ട പിക്ചർ പുറത്തുവിട്ടിട്ടില്ലേ? മന്ത്രി തന്നെയല്ലേ പുറത്തുവിട്ടത്? എന്തായിരുന്നു സാഹചര്യം? മന്ത്രി ഇതുവരെ പറഞ്ഞിട്ടുണ്ടോ? ഈ അടുത്ത സമയത്ത് മന്ത്രിയുമായി ബന്ധപ്പെട്ട മറ്റൊരു വിഷയം ഞാൻ പുറത്തുവിട്ടിരുന്നല്ലോ. മന്ത്രി ഇതുവരെ മിണ്ടിയിട്ടില്ലല്ലോ. മന്ത്രിക്കോ മന്ത്രിയുടെ ഭാര്യയ്ക്കോ ഒരു ബന്ധവുമില്ലാത്ത ഒരു വ്യവസായി മരിച്ചപ്പോൾ ആ വ്യവസായി മന്ത്രിയുടെ ഭാര്യയുടെ സഹോദരിയാണെന്നും മന്ത്രി അദ്ദേഹത്തിന്റെ അളിയനാണെന്നും സഞ്ചയന കാർഡിൽ അടിച്ചു വെച്ച മഹാനല്ലേ ഈ സംസ്ഥാനത്തിന്റെ മന്ത്രിയല്ലേ കെ വി ഗണേഷ് കുമാർ? അതിനെക്കുറിച്ച് ചോദിച്ചിട്ട് അദ്ദേഹം ഇന്നുവരെ ഭക്ഷണം വേണ്ടിയിട്ടുണ്ടോ? അദ്ദേഹത്തിന് അങ്ങനെ ഒരു ബന്ധമുണ്ടോ? ഇല്ല. അപ്പൊ എങ്ങനെയാണ് കോടീശ്വരൻ അദ്ദേഹത്തിന്റെ അളിയനാകുന്നത്? എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ ഭാര്യ കോടീശ്വരന്റെ സഹോദരിയാകുന്നത്? ഇതൊക്കെ ചോദ്യം ചോദിക്കുന്നേ. അത്തരത്തിൽ ഞങ്ങളുടെ കയ്യിൽ രേഖകൾ വന്നാൽ, ഞങ്ങളുടെ കയ്യിൽ ഇൻഫർമേഷൻസ് കിട്ടിയാൽ ഞങ്ങൾ ചോദിക്കും. അതിന് ഉത്തരം പറയേണ്ടത് അവരുടെയൊക്കെ ബാധ്യതയും ഉത്തരവാദിത്തമാണ്. ജനാധിപത്യത്തിൽ അത്തരത്തിൽ